നമസ്കാരം. ഞാനിപ്പോൾ കുമരേഷ് വടവന്നൂരാണ് കേട്ടോ. ചാമിച്ചനല്ല, കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പേര്. അപ്പോൾ എൻ്റെ സഹോദരനാണ്, ചെറിയച്ഛൻ്റെ മകനാണ്. അപ്പോൾ ഞാൻ ചാമിച്ചൻ കളിക്കുകയല്ല, ചാമിച്ചൻ എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ വരും, അപ്പം മൂപ്പരെ കണ്ടാൽ മതി. അപ്പോഴേ വടവന്നൂർ പുതുനേരം റൂട്ടിൽ ശിവേട്ടൻ്റെ തട്ടുകട പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. നല്ല തണലുള്ള അടുത്താണ് തുടങ്ങിയിരിക്കുന്നത്. നല്ല വേപ്പ്, അതേപോലെ നമ്മുടെ എന്താ പറയുക, ഉങ്ങുംചോട്, വേപ്പുണ്ട് ഉങ്ങുണ്ട്, നല്ല തണലാണ്. വടവന്നൂർ വരുന്നവർ ശിവേട്ടൻ്റെ ചായക്കടയിൽ വന്ന്, തട്ടുകടയിൽ വന്ന് ചായ കുടിക്കുക. അതുപോലെ കടികളുണ്ട്, അതേപോലെ നമ്മൾ സർബത്തൊക്കെ ഇടാനുള്ളൂ. നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. 5-6 മാസമായിട്ട് ഞാനിപ്പോൾ എനിക്ക് സുഖമില്ലാത്ത കാരണം, ചെറിയൊരു ആക്സിഡൻറ്റും പിന്നെ BP ഷുഗറൊക്കെ ലോ ആക്കലും ഒക്കെ ആയ കാരണം ജീവിക്കാൻ വഴിയില്ല. ഒരു തട്ടുകട തുടങ്ങി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വടവന്നൂർ വരുന്നവർ ശ്രദ്ധിക്കുക. അതാണ് ശിവേട്ടൻ്റെ ചായക്കട. വടവന്നൂർ എത്താനാവുമ്പോൾ പുതുനേരം റൂട്ടിൽ വടവന്നൂർ എത്താനാവുമ്പോഴുള്ള കടയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരനാണ്. ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും ഉള്ളവർ നമ്മുടെ ശിവേട്ടൻ്റെ കടയിൽ കയറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വല്ലേങ്ങി വേലയാണ് നാളെ. ഏത് വല്ലേങ്ങി വേലയാണ്. വേലയ്ക്ക് വരുന്നവരും പ്രിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശിവേട്ടൻ്റെ കടയിൽ കയറാൻ മറക്കണ്ട. സോഡയുണ്ട്, പിന്നെ എന്താ പറയുക, സർബത്ത് വയ്ക്കും, അതേപോലെ ഇളനീര് വെക്കാനും എണ്ണക്കടികളുണ്ട്. ചായയും എണ്ണക്കടികൾ, സർബത്ത് എന്നാണ് മൂപ്പര് കട തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം ഉണ്ടാകട്ടെ, തരട്ടെ എന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷം. താങ്ക് യു. വേറൊരു പ്രത്യേകത എന്താ അറിയോ, നമ്മൾ ഈ പാൽപാത്രത്തിൽ ഈ പാക്കറ്റ് പാൽ വാങ്ങിയിട്ട് ഈ ബൈലറിന്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കാതെ അതിന് പ്രത്യേക ഒരു അറയിൽ ചൂടാക്കുകയാണ് അല്ലേ? അത് അതിന് മേലെ വെച്ചിട്ടല്ല, പാക്കറ്റ് പാല് കട്ട് ചെയ്ത് ആ ഇതില് പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. മേലെ പല കടകളിലും പാക്കറ്റ് പാല് മേലെ വെച്ചിട്ട് ചൂടാക്കാറുണ്ട്. അത് ഗുരുതരമായ രോഗം വരുത്തും. പക്ഷെ നമ്മുടെ ശിവേട്ടന്റെ തട്ടിക്കടയിൽ അങ്ങനെ വേണ്ട എന്ന് പിന്നെ എന്താ മൂപ്പർക്ക് പ്രത്യേക താല്പര്യമാണ്. അപ്പൊ അതിന് പ്രത്യേക അറയുണ്ട്. ഇതാ കണ്ടില്ല, ബൈലറിന്റെ പ്രത്യേക അറയിലാണ് പാല് ചൂടാക്കുന്നത്. അതുകൂടി പറയാണ്. പാക്കറ്റ് പാല് വാങ്ങിയിട്ട് ബൈലറിന്റെ മുകളിൽ വെച്ച് ചൂടാക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് ചായ കുടിക്കാം. ധൈര്യമായിട്ട് നമ്മുടെ ശിവേട്ടൻ്റെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാം. ബൈലറിന്റെ മുകളിൽ വെച്ചിട്ടല്ല, ബൈലറിന്റെ ഉള്ളിൽ ഒഴിച്ച് പാലൊഴിച്ച് ചൂടാക്കുന്ന സംവിധാനത്തിലാണ് ഇവിടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മൂപ്പര്. വേറൊരു പ്രത്യേകത എന്താ അറിയോ, നമ്മൾ ഈ പാൽപാത്രത്തില് ഈ പാക്കറ്റ് പാല് വാങ്ങിയിട്ട് ഈ ബൈലറിന്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കാതെ അതിന് പ്രത്യേക ഒരു അറയിൽ ചൂടാക്കുകയാണ് അല്ലേ? അത് അതിന് മേലെ വെച്ചിട്ടല്ല, പാക്കറ്റ് പാല് കട്ട് ചെയ്ത് ആ ഇതില് പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. പല കടകളിലും പാക്കറ്റ് പാല് മേലെ വെച്ചിട്ട് ചൂടാക്കാറുണ്ട്. അത് ഗുരുതരമായ രോഗം വരുത്തും. പക്ഷെ നമ്മുടെ ശിവേട്ടന്റെ തട്ടിക്കടയിൽ അങ്ങനെ വേണ്ട എന്ന് പിന്നെ എന്താ മൂപ്പർക്ക് പ്രത്യേക താല്പര്യമാണ്. അപ്പൊ അതിന് പ്രത്യേക അറയുണ്ട്. ഇതാ കണ്ടില്ല, ബൈലറിന്റെ പ്രത്യേക അറയിലാണ് പാല് ചൂടാക്കുന്നത്. അതുകൂടി പറയാണ്. പാക്കറ്റ് പാല് വാങ്ങിയിട്ട് ബൈലറിന്റെ മുകളിൽ വെച്ച് ചൂടാക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് ചായ കുടിക്കാം. ധൈര്യമായിട്ട് നമ്മുടെ ശിവേട്ടൻ്റെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാം. ബൈലറിന്റെ മുകളിൽ വെച്ചിട്ടല്ല, ബൈലറിന്റെ ഉള്ളിൽ ഒഴിച്ച് പാലൊഴിച്ച് ചൂടാക്കുന്ന സംവിധാനത്തിലാണ് ഇവിടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മൂപ്പര്. ഞാൻ കൊടുത്തിരിക്കുന്നത് 5 രൂപ ഇട്ടിട്ടാണ്. അതിൽ ലാഭമോ നഷ്ടമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു കണ്ടുപഠിച്ച ഒരു അറിവ് വെച്ചിട്ട് ഒരു തട്ടുകട തുടങ്ങിയിരിക്കണം. എനിക്ക് ജീവിക്കാൻ വേണ്ടി എനിക്ക് മരുന്ന് വാങ്ങണം, കുടുംബത്തിൽ 2 കിലോ അരി വാങ്ങണം. അതേ ഉദ്ദേശം. പ്രിയമുള്ളവരെ, 5 രൂപയ്ക്കാണ് കേട്ടോ ഈ കടി കൊടുക്കുന്നത് നമ്മുടെ ശിവേട്ടൻ്റെ തട്ടിക്കടയിൽ. 2 പെൺകുട്ടികളാണ്. ഓട്ടോ ഓട്ടിയിട്ടാണ് ഇതുവരെ കുടുംബം കഴിഞ്ഞത്. മൂപ്പർക്ക് ഓട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആക്സിഡന്റ് പറ്റി വിരല് ഒന്ന് കട്ടിയത്, വേറെ എന്തിനും പ്രശ്നമാണ്. മൊത്തം പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, കുടുംബമാണ്. അപ്പോൾ എന്തായാലും ഒരു തട്ടുകട, ഒരു ചായക്കട ചെറുതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിക്കണം, കുടുംബം കഴിക്കണം, അങ്ങനെയുള്ള ഒരു പ്രയാസം കൂടി അനുഭവിക്കുകയാണ്. അപ്പോൾ തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനും ആ ഒരു പ്രയാസക്കാരനാണ്. അപ്പോൾ എൻ്റെ സഹോദരനും അതേപോലെയാണ്. അപ്പോൾ എല്ലാവരും വടവന്നൂർ വരുമ്പോൾ പുതുനേരം റൂട്ടിൽ വടവന്നൂർ എത്താനാവുമ്പോൾ
ശിവേട്ടൻ്റെ തട്ടുകട നല്ല തണൽ ഓരത്താണ്. അപ്പോൾ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏത് 5 രൂപയ്ക്കാണ്? എങ്ങനെ മുതലാകുന്ന എനിക്കറിയില്ല. എൻ്റെ സഹോദരൻ്റെ മനസ്സങ്ങനെയാണ്. 5 രൂപയ്ക്കാണ് കടി കൊടുക്കണേ. ഇപ്പോൾ എന്തായാലും കച്ചവടം കിട്ടട്ടെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതെ, അത് നമ്മുടെ വിലക്ക് വരുന്നവരൊക്കെ വരട്ടെ അല്ലേട്ടാ. അപ്പോ എന്തായാലും കച്ചവടം കിട്ടട്ടെ, അതാണ്. വന്ന് തൃപ്തിയിൽ ചായയും കുടിച്ച്, ചായ 10 രൂപ, ചായ 10 രൂപ, കടിക്ക് 5 രൂപ, പൊക്കവട 10 രൂപ വാരി വലിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ 5 രൂപ. വട ബജ്ജി മറ്റുള്ള കടികളൊക്കെ 5 രൂപയാണ്. അപ്പൊ മറക്കണ്ട, ഏത് ശിവേട്ടൻ്റെ ചായക്കട, തട്ടുകട, വടവന്നൂർ പുതുനായർ റൂട്ടില്. അപ്പോൾ കൊല്ലങ്കോട്ട് നിന്ന് വരുന്നവർ വടവന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ് പുതുനായർ റൂട്ടിൽ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാലാണ് ശിവേട്ടൻ്റെ തട്ടുകട. ഓക്കേ, ശരി.